സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. എഡ്യൂക്കേഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളിലെല്ലാം തന്നെ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യ മേഖലയാണ്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യ മേഖലയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്നുള്ളത്, NEP 2020 എന്നുള്ളത്. അപ്പൊ NEP 2020യുടേതായിട്ടുള്ള പല കാര്യങ്ങളും നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്. എന്നതിനാൽ തന്നെ ഈ ടോപ്പിക് എക്സാം ഓറിയന്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യുമായി ബന്ധപ്പെട്ടിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കോഴ്സിൽ പറയുന്നുണ്ട്. അതല്ലാതെ എക്സാം ഓറിയന്റഡ് ആയിട്ട് പല പരീക്ഷകൾക്കും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെയും നമുക്ക് എന്ത് പഠിക്കാനായിട്ട് പറ്റും? ഒരു ടോപ്പിക് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ചോദ്യം ഉത്തരം എന്ന രീതിയിൽ നമുക്ക് പഠിക്കുകയല്ലേ? കൃത്യമായിട്ട് ചോദ്യം കാണാം, ഓപ്ഷൻസ് കാണാം. ഒരാളും മടി വിചാരിക്കണ്ട. കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം ഏതാണെങ്കിൽ അത് പറയാം. ഇനി നിങ്ങൾക്ക് ഒട്ടും പരിചിതമല്ലാത്ത ചില ടേമുകൾ വരും. അങ്ങനെയാണെന്ന് ബി നിങ്ങൾ ഗസ് ചെയ്യാണെന്ന് ബി ഇട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടോ, യാതൊരു പ്രശ്നവുമില്ല. ഇനി നിങ്ങൾക്ക് എയും ബിയും ഡൗട്ട് ആണെന്ന് A ബാർ B എന്നിട്ടോ, യാതൊരു പ്രശ്നവുമില്ല. എന്ത് തന്നെയാണെങ്കിലും ഉത്തരം പറയാതിരിക്കരുത്. നമുക്കറിയാലോ, റിവിഷന്റെ ഏറ്റവും നല്ല മെത്തേഡാണ് PYQ മെത്തേഡ്. PYQ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ, FAQ ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് തിരിച്ചും മറിച്ചും അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ. അപ്പൊ റെഡിയല്ലേ? ഇനി ഉത്തരം പറയാതിരിക്കുന്നവരുടെ പേര് വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരു ടീച്ചർ, നിങ്ങൾ എല്ലാവരും ടീച്ചേഴ്സാണ് അല്ലെ? നിങ്ങളൊരു കാര്യം ചോദിക്കുന്ന സമയത്ത് നിർഗുണ പരബ്രഹ്മങ്ങളായിട്ട് കുട്ടികൾ ഒരു വികാരം ഇല്ലാണ്ട് നിങ്ങളുടെ മുഖത്ത് നോക്കിയിരുന്നാൽ എന്താവും അവസ്ഥ? ഭയങ്കര ബോറായിരിക്കും. ഞാൻ നിങ്ങളെ കാണുന്നു പോലുമില്ല, എനിക്കിങ്ങനെ എഴുതി കാണിക്കുന്ന പേരുകൾ മാത്രമേ ഉള്ളൂ. പിന്നെയും നിങ്ങളുടെ റെസ്പോൺസ് ഞാൻ അറിയുന്നത് ചാറ്റ് ബോക്സിലൂടെയും നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിടുന്ന സ്മൈലീസിലൂടെയുമാണ്. അപ്പൊ റെഡിയല്ലേ? ഉഷാറായിട്ട്. ഇതൊരു വൺ വേ പ്രോസസ് അല്ല, വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ നമ്മൾ എന്തിലേക്ക് കടക്കുകയാണ്? നമ്മൾ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ, ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, ദി ന്യൂ പോളിസി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എയിം ഇൻ ദി ഹയർ എഡ്യൂക്കേഷൻ ടു ഇംപ്രൂവ് ദി ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ, GER. GERന്റെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഫോമാണ് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ from 26.3% to 50% by. പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലെ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ GER ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 26.3% നിന്ന് 50% ആയിട്ട് മെച്ചപ്പെടുത്താനായിട്ട് ലക്ഷ്യമിടുന്നു. ഏത് വർഷത്തിൽ എത്തുമ്പോഴാണ് ഈ GER 26.3 നിന്ന് 50% ആക്കിയിട്ട് ഉയർത്താനായിട്ട് ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്തായിരിക്കും ഉത്തരം? ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 26.3 നിന്ന് 50% ആക്കിയിട്ട് ഉയർത്തുക എന്നുള്ളതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഏത് വർഷം എത്തുമ്പോഴാണ് ഈ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 50% ആക്കാനായിട്ട് നമുക്ക് പറ്റുന്നത്? പ്രണവാണ് ആദ്യ ആൻസർ പറഞ്ഞിരിക്കുന്നത്. രഹന ടീച്ചർ ഓപ്ഷൻ B പറയുന്നുണ്ട്. ബാക്കിയുള്ളവരും കൂടി ആൻസർ പറയാം. വെറുതെ ഞാൻ പേരുവിളിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കേണ്ട. ദേവി ടീച്ചർ ഓപ്ഷൻ A ആണ്. അൽഫോൺസും ബാക്കിയുള്ളവരും ശില്പിയും ആദിത്യയും ഒക്കെ ഓപ്ഷൻ B പറയുന്നുണ്ട്. ഫെമി ടീച്ചറും അഭിനന്ദും ഒക്കെ ഓപ്ഷൻ B പറയുന്നുണ്ട്. പറഞ്ഞോളൂ. ദേവി ടീച്ചർ ഓപ്ഷൻ A പറഞ്ഞിട്ടുണ്ട്. ഡോണയും ആര്യയും ഓപ്ഷൻ A ആണ് പറയുന്നത്. റഫി ഓപ്ഷൻ D ആണ് പറയുന്നത്. ഫെബിന ഓപ്ഷൻ A ആണ് പറയുന്നത്. എക്സാം ഓറിയന്റഡ് ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് എന്ത് നമ്മളിപ്പോൾ നോക്കുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കും. പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെക്കും. പക്ഷേ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകും. അത്തരത്തിലുള്ള കാര്യങ്ങൾ വിട്ടുപോകാതിരിക്കാനാണ് ഈ ഏരിയ നമ്മൾ സ്പെസിഫൈ ആയിട്ട് എടുത്തു പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ആൻസർ? യെസ്, ഓപ്ഷൻ B ആണ് കേട്ടോ ആൻസർ. ഈ GER 26.3 നിന്ന്
50% എത്തിക്കുക എന്നുള്ളതാണ് എന്ത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രധാനപ്പെട്ട എയിമുകളിൽ ഒന്ന്. ഏത് വർഷത്തോടെ? 2035 ആകുന്നതോടെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 26.3 നിന്ന് 50% എത്തിക്കുക എന്നുള്ളതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ എയിംസിലെ പ്രധാനപ്പെട്ട ഒന്ന്. കിട്ടിയോ? ഇനി ഒരു ഇത് ചോദ്യമായിട്ട് വന്നാൽ നിങ്ങൾ ആരും തെറ്റിക്കില്ല എന്ന് ഞാൻ കരുതുന്നു. തെറ്റിക്കോ? തെറ്റിക്കരുത്. വളരെ സിമ്പിൾ ആയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് പറഞ്ഞു പോകാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അത് അതുപോലെ തന്നെ ചെയ്തു പോവുകയും പഠിക്കുകയും ചെയ്യാം. ഓപ്ഷൻ എയും ഡിയും പറഞ്ഞിട്ടുള്ളവരുണ്ട്. തെറ്റാണ്. തെറ്റ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? തിരുത്തി പഠിക്കുക. ഒരു വട്ടം തെറ്റിയ കാര്യം ഒരു വട്ടം നമ്മൾ തിരുത്തി മനസ്സിലാക്കിയിട്ടുണ്ട് ജീവിതകാലം നമ്മൾ അത് മറക്കില്ല. ഇല്ലല്ലോ? ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ്. നമ്മളൊരു പരീക്ഷ എഴുതി, അത് തെറ്റി. ആ തെറ്റി കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം ഹാളിന്റെ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ പോലും ചോദിക്കാതെ നമ്മുടെ ഫ്രണ്ട്സ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കേൾക്കാണ്. അത് കേൾക്കുന്ന സമയത്ത് നമുക്കൊരാളും പഠിപ്പിച്ചു തരുന്നില്ല, ഒന്നുമില്ല. ആ ഒരൊറ്റ ആൻസർ നമ്മൾ തെറ്റിച്ചു. അയ്യോ, അതെന്തായിരുന്നു ആൻസർ? ആ കാര്യം നമ്മൾ ജീവിതകാലം പിന്നെ മറക്കില്ല. ഇല്ലയോ? മറക്കുവോ? ഒരിക്കലും നമ്മൾ മറക്കില്ല. അതുപോലെ തന്നെയാണ്, ശരിയാണതും മറക്കില്ല, തെറ്റായത് തിരുത്തിയാലും നമ്മളത് മറക്കില്ല. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ 1 ഇവിടെ കഴിയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. സ്റ്റേറ്റ്മെന്റ് ആണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റിംഗ് ടു ദി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ NEP 2020. NEP 2020 വരുന്ന ഏറ്റവും വലിയ ഒരു മാറ്റം എന്ന് പറയുന്നത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. മീഡിയം ഓഫ് ലാംഗ്വേജ്. കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ഭാഷ ഏത് ഭാഷയിൽ വേണം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഓർ മീഡിയം ഓഫ് ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. അപ്പോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നോക്കുക. അതിനുശേഷം സെലക്ട് ദി ഇൻകറക്റ്റ്. ഇതാണ് നമ്മുടെ കീവേഡ്. ഇൻകറക്റ്റ് എന്ന് വെച്ചാൽ എന്താ? തെറ്റായത് അല്ലെ? തെറ്റായത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് 3 പോയിന്റുകൾ, 3 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ദി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻറ്റിൽ ലീസ്റ്റ് ഗ്രേഡ് 5 ബട്ട് പ്രിഫറബ്ലി ടിൽ grade 8 and beyond will be the home language, mother tongue or local language. അതായത് 5ാം ക്ലാസ് വരെയോ 8ാം ക്ലാസ് വരെയോ അല്ലെങ്കിൽ അതിനുശേഷമോ പഠന മാധ്യമം എന്ന് പറയുന്നത്, അതായത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കുട്ടിയുടെ ഹോം ലാംഗ്വേജ് ഓർ മദർ ടങ്, അതായത് എന്താ? മാതൃഭാഷ അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ പ്രാദേശികമായിട്ട് അവിടുത്തെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഭാഷയായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് മാൻഡേറ്ററി. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത്, പഠന മാധ്യമം എന്നുള്ളത് എന്താണ്? മാൻഡേറ്ററി ആയിട്ടുള്ളത്, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. വ്യക്തമായിട്ട് അതിനെ കുറിച്ചിട്ട് നമുക്ക് ധാരണ വേണം. എന്താണ് പഠന മാധ്യമം, എന്താണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ മീഡിയം ഓഫ് ലാംഗ്വേജ്, അതിന് തന്നെയായിരിക്കണം കുട്ടിയെ പഠിപ്പിക്കേണ്ടത്. ഇറ്റ് ഈസ് ഓൺലി ഫോർ പബ്ലിക് സ്കൂൾ. ഈ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് പബ്ലിക് സ്കൂളുകളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്, പൊതുവിദ്യാലയങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. താഴെ തന്നിരിക്കുന്നതിലെ തെറ്റ് ഏതാണ് എന്ന് സെലക്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. തെറ്റ് ആയത് ഏതാണ് എന്നുള്ളത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിലേതാണ് ആൻസർ? നമുക്ക് ചോദ്യം വായിച്ചു നോക്കുമ്പോ തന്നെ കിട്ടും അല്ലെ മക്കളെ? ചോദ്യം വായിച്ചു നോക്കുമ്പോ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആൻസർ കിട്ടുന്നുണ്ട്. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? എല്ലാവരും പറഞ്ഞേ. മിണ്ടാതിരിക്കുന്ന കുറെ പേരുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഏറെ പിടിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ക്ലാസ്സിലാണ് ഒരു കുട്ടി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടാവോ? ഇല്ലല്ലോ. അപ്പൊ ആൻസർ പറയൂ. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ചെയ്ത് 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 തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. മിണ്ടാതിരിക്കുന്നവരെല്ലാവരും വന്നേ, ഒരു ഉത്തരം പറഞ്ഞ എല്ലാവരും. എക്സാം ഓറിയന്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ആൻസർ പറഞ്ഞേ പറ്റൂ. വീണ്ടും വീണ്ടും ഞാനിങ്ങനെ ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. യെസ്, ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? കൺസിഡറിംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റിംഗ് ടു ദി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. സെലക്ട് ദി ഇൻകറക്റ്റ് ആൻസർ ഗിവൺ കോഡ് ബിലോ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായത് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് മാൻഡേറ്ററി and
ഇറ്റ് ഈസ് ഓൺലി ഫോർ പബ്ലിക് സ്കൂൾ. ഓക്കെ, ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടിയുടെ മദർ ടങ്ങിൽ നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റുമോ? പറഞ്ഞേ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് മദർ ടങ്ങിൽ പഠിപ്പിക്കാനായിട്ട് പറ്റുമോ? എന്തുകൊണ്ട് ഓപ്ഷൻ 2 and 3 ആൻസർ ആയിട്ട് വന്നു? എന്തേ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരുന്നേ? ഇവിടെ നിർബന്ധം, മാൻഡേറ്ററി എന്നുള്ളൊരു വാക്ക് തന്നു, ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് സ്ട്രെസ് ചെയ്ത് പറയുകയും ചെയ്തു. ഓൺ ദ സ്പോട്ടിൽ അത് നിങ്ങൾ ശരിയാണെന്ന് വിചാരിച്ചു. ആണ് ശരിയാണെന്ന് വിചാരിക്കാനായിട്ട് പറ്റുമോ? എന്തുകൊണ്ട് ആൻസർ നിങ്ങൾ പറഞ്ഞ സിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബി ആയി എന്നുള്ളതാണ് പറയുന്നത്, അല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ല? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എന്റെ പ്രാദേശിക ഭാഷ മലയാളമാണ്, ഈ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളുടെ ഒക്കെ പ്രാദേശിക ഭാഷ മലയാളമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മലയാളത്തിൽ തന്നെ എല്ലാ ക്ലാസ്സുകളും അവർക്ക് സയൻസ്, ഇംഗ്ലീഷ്, മാത്സ് ഒക്കെ എടുക്കണം എന്ന് പറയാനായിട്ട് നമുക്ക് നിർബന്ധം പിടിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പൊ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇറ്റ് ഈസ് ഓൺലി ഫോർ പബ്ലിക് സ്കൂൾ. പൊതുവിദ്യാലയങ്ങൾക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണോ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്? അല്ല. അപ്പൊ അതും തെറ്റാണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി ശരിയായത്, ആൻസർ ശരിയായത്. ക്ലിയർ ആണോ? ഇത് എന്താണ്? MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. തന്നിരിക്കുന്നവയിലെ ചോദ്യവുമായി ബന്ധപ്പെട്ട് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ളത് ഏതോ അതാണ് ആൻസർ. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, ദി വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വിൽ സ്റ്റാർട്ട് ഫ്രം. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്. കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് കുട്ടിയുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? ഒരു കൈത്തൊഴിൽ ഉണ്ടായിരിക്കണമെന്ന്, അതായത് ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിലെ കുട്ടി നിപുണരായിരിക്കണമെന്ന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള കൈത്തൊഴിലുകൾ, താല്പര്യമുള്ള കൈത്തൊഴിലുകൾ കുട്ടി പഠിച്ചു തുടങ്ങുന്നത് ഏത് ക്ലാസ് മുതലാണ്? 5ാം ക്ലാസ്, 8ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്? പറഞ്ഞോളൂ. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കൃത്യമായിട്ട് ആൻസർ പറയാനായിട്ട് ശ്രമിക്കുക. ഓപ്ഷൻ ബി ആണ് ഒരുവിധം എല്ലാവരും പറഞ്ഞിട്ടുള്ള ആൻസർ. എത്രാം ക്ലാസ്സിൽ നിന്നാണ് തുടങ്ങേണ്ടത്? 6ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങണം. 6ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങണം വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. ഒരു മിനിറ്റ്. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എത്രാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങണം? 6ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങണം. ഓക്കെ, 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയാണ് മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. 6ാം ക്ലാസ് മുതൽ തന്നെ നമ്മൾ എന്ത് തുടങ്ങണം? വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. കുട്ടിക്ക് താല്പര്യമുള്ള ഒരു കൈത്തൊഴിൽ പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. എല്ലാവരും 8ാം ക്ലാസ് ആണ് പറഞ്ഞത്, അല്ല മക്കളെ, 6ാം ക്ലാസ് മുതൽ തുടങ്ങണം എന്നാണ് പറയുന്നത്. 6ാം ക്ലാസ് മുതൽ തുടങ്ങണം എന്നാണ് കൃത്യമായിട്ട് ഏതിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്നത്. അപ്പൊ ഈ പോയിന്റ് കിട്ടിയോ? ഇതാ ഞാൻ പറയുന്നത്. നമുക്ക് തെറ്റും, ഇതൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സിമ്പിൾ പോയിന്റ് അല്ലേ? പക്ഷെ ഇത് എക്സാമിന് വന്ന് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കൺഫ്യൂഷൻ വരും, അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. വീണ്ടും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. റിഗാർഡിംഗ് ദി ഫൗണ്ടേഷൻ പില്ലേഴ്സ് ഇൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ഓക്കെ, ഫൗണ്ടേഷൻ പില്ലേഴ്സ് ഇൻ നാഷണൽ എഡ്യൂക്കേഷൻ. ഓക്കെ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഫൗണ്ടേഷൻ പില്ലർ, അല്ല നമ്മൾ അടിസ്ഥാനമായിട്ടുള്ള സ്തംഭങ്ങൾ അല്ലെങ്കിൽ 4 തൂണുകൾ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയില്ലേ, അടിത്തറ എന്ന് പറയില്ലേ? യെസ്. അപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഫൗണ്ടേഷൻ പില്ലേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആണ് ചോദിക്കുന്നത്. അതിൽ നിന്ന് ശരിയായിട്ടുള്ളത് കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യുക. അക്സസിബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? പ്രാപ്യത. അഫോർഡബിലിറ്റി, താങ്ങാനാവുന്ന വിദ്യാഭ്യാസം. ഇനി എന്താണ്? അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വം. ഇക്വാലിറ്റി, നിലവാരം, അല്ലെ? ഈക്വാലിറ്റി, യെസ്. ഇക്വിറ്റി, തുല്യത, എസ്എസ്. ഇതിൽ ഏതൊക്കെയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പില്ലേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ? പറഞ്ഞ ആൻസർ പറഞ്ഞേ. ഒരു സിമ്പിൾ ലോജിക്ക് വെച്ചതിന് ഉത്തരം കിട്ടും. ഇതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻസർ പറയൂ. മടി വിചാരിച്ചിരിക്കാതെ എല്ലാവരും ഉത്തരം പറഞ്ഞേ മക്കളെ.
യെസ്, ഉത്തരം പറഞ്ഞേ. പലരുടെയും ആൻസർ വരുന്നില്ലല്ലോ. സി 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 എന്ന് പറയുന്നുണ്ട്. 1 2 3 4 5 6 ബി പറയുന്നുണ്ട്. നിങ്ങളാരും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? യെസ്, ഓപ്ഷൻ ഡി ആണ്. 1 2 3 4 5 6 എല്ലാം ശരിയാണ്. ഇതെല്ലാം എന്താണ്? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ തന്നെയാണ്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്കാണ് എന്നുള്ളത്. അത് അപ്ലൈ ചെയ്താൽ മതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് വിൽ ബി ഏജ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ? അപ്പോ ECCE, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, അതിന്റെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഫോമാണ് ഇൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രകാരം ECCEയുടെ പ്രായം എത്രയായിരിക്കും? 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ, 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെ, 4 വയസ്സ് മുതൽ 7 വയസ്സ് വരെ, 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ. ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഇംപ്ലിക്കേഷൻസ് പ്രകാരം എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ് എന്നുള്ളതാണ് ചോദ്യം. ECCE. പറയൂ പറയൂ പറയൂ. നോക്കൂ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം നമ്മുടെ എഡ്യൂക്കേഷൻ സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത്? എഡ്യൂക്കേഷൻ സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത് മക്കളെ? 5+3+3+4 ആണ് വരുന്നത് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം 5+3+3+4 ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 5+3+3+4 ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ? ഇതില് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് ഈ 5+3+3+4 ഏതായിരിക്കും വരിക? ഏതായിരിക്കും വരിക? അത് തന്നെ ആലോചിച്ചാൽ മതി അല്ലേ? അല്ലേ? ക്ലിയർ ആണോ? ആ ഒരു ലോജിക്ക് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ സിമ്പിൾ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. 5+3+3+3 ഈ ഒരു ബേസ് പറഞ്ഞേ. എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ 5 എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാ മക്കളെ? ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്നാണ് പറയുന്നത് അല്ലേ? ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ് ആദ്യത്തെ 5 എന്ന് പറയുന്നത്. എത്ര വയസ്സ് മുതൽ? കുട്ടി 3 വയസ്സ് മുതൽ സ്കൂളിൽ കയറി. ഇപ്പൊ 3 വയസ്സുള്ള കുട്ടി ഇപ്പൊ നിലവിലെ സിസ്റ്റം പ്രകാരം എവിടേക്ക് പോണേ? അംഗനവാടിയിലേക്ക് പോണേ. അംഗനവാടികളടക്കം സ്കൂളിന്റെ ഭാഗമാകും അല്ലെ? അതായത് അംഗനവാടി പ്രീ സ്കൂൾ മുതലുള്ള ഘട്ടം. അംഗനവാടി പ്രീ സ്കൂൾ എന്ന് പറയുമ്പോൾ 3 മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു പ്രായം. ആ പ്രായം മുതലേ കുട്ടികൾ എന്തിന്റെ ഭാഗമാകുന്നുണ്ട്? ഫൗണ്ടേഷണൽ സ്റ്റേജിന്റെ ഭാഗമാകുന്നുണ്ട് ഇല്ലേ? ഇനി അതിനുശേഷം പിന്നീട് കുട്ടികള് എന്തിലേക്ക് വന്ന് 8ാം ക്ലാസ് അല്ല 8 വയസ്സ് വരെയാണ് പിന്നീട് കുട്ടികൾ എത്തുന്നത്. 8 വയസ്സ് മുതൽ 11ാം വയസ്സ് വരെ, അതായത് 3ാം ക്ലാസ് വരെയുള്ള കുട്ടികളിലെയാണ് എന്തിൽ പെടുത്തുന്നത്? ഈ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ എന്തിൽ ഉൾപ്പെടുന്നത്? ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ 5+3+3+4 എന്ന് പറയുന്നതിലെ 5 എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള പ്രായമാണ്. 3 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള പ്രായമാണ്. അതിനെ ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയും. രണ്ടാമത്തെ സ്റ്റേജ് ഏതാ? 3 ഉൾപ്പെടുന്ന രണ്ടാമത്തെ സ്റ്റേജിനെ എന്ത് പറയും? 3 ഉൾപ്പെടുന്ന രണ്ടാമത്തെ സ്റ്റേജിനെ എന്ത് പറയും? 5+3+3+4 എന്നുള്ള സ്ട്രക്ചറിലാണ് ഇനി വരാൻ പോകുന്ന വിദ്യാഭ്യാസ നയം വരുന്നത്. ഇപ്പൊ ഏതാണ്? 10+2+3, 10ാം ക്ലാസ് വരെ സ്കൂള്, 2ാം ക്ലാസ് പ്ലസ്, ഈ 2 എന്ന് പറയുന്നത് +1 +2 3 വർഷത്തെ ഡിഗ്രി. ഇനി അത് മാറാനായിട്ട് പോവുകയാണ്. 5+3+3+4 എന്നുള്ള സിസ്റ്റം വരാനായിട്ട് പോവുകയാണ്. ആദ്യത്തെ 5 എന്ന് പറയുന്നത് എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ? കുട്ടിയുടെ 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള പ്രായമാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ കേട്ടാ. ഞാൻ പറഞ്ഞാൽ എവിടെയെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ? 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ. ഇനി രണ്ടാമത്തെ ഘട്ടം 3 വയസ്സ് മുതൽ 11 വയസ്സ് വരെ. ആദ്യം 3 to 8, പിന്നെ 8 to 11. ഓക്കെ, അതാണ് ഫൗണ്ടേഷൻ സ്റ്റേജില് വരുന്നത്. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞാൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നോ? 5+3+3+4 എന്നുള്ളത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ്. ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് എത്ര വയസ്സ് വരെയാണ് കുട്ടി? 3 വയസ്സ് മുതൽ
6 വയസ്സ് വരെ ആദ്യം അംഗനവാടി പ്രീ KG സെക്ഷൻ വരുന്നു, പിന്നെ 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും വരുന്നു, അതായത് 6 വയസ്സ് മുതൽ 8 വയസ്സ് വരെ. അപ്പൊ 3 to 8 എന്നുള്ള പ്രായമാണ് ഏതിൽ വരുന്നത്, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കുട്ടിയുടെ പഠനം മുതലേ ഏത് ഘട്ടം വരെ, 2ാം ക്ലാസ് വരെയുള്ള ഘട്ടം, അതാണ് ഫൗണ്ടേഷണൽ സ്റ്റേജ്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഏത് സ്റ്റേജ് ആണ്, പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ് അല്ലെ. പ്രിപ്പറേറ്ററി സ്റ്റേജ്, പ്രിപ്പറേറ്ററി സ്റ്റേജിൽ ഏത് വയസ്സ് മുതലാണ് വരുന്നത്, 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ, 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ, 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള പ്രായമാണ് 2ാമത്തെ ഘട്ടത്തിൽ E3 വരുന്നത്. ഫൗണ്ടേഷണൽ സ്റ്റേജ് ആദ്യത്തെ ഘട്ടം, 2ാമത്തെ ഘട്ടം ഏതാണ്, പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്നുള്ള ഘട്ടമാണ്. 3ാമത്തെ ഘട്ടമാണ് ഏത് ഘട്ടം, മിഡിൽ സ്റ്റേജ്. മിഡിൽ സ്റ്റേജ്, മിഡിൽ സ്റ്റേജിലെ 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ, 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ. വയസ്സ് വെച്ച് പറയുകയാണെങ്കിൽ 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെ, 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. 4ാമത്തെ ഘട്ടമാണ് ഏത് ഘട്ടം, സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡറി സ്റ്റേജ് ക്ലാസ് വൈസ് പറയുകയാണെങ്കിൽ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ. ഏജ് വൈസ് പറയുകയാണെങ്കിൽ 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെ. ഇതാണ് ഏതിൽ വരുന്നത്, 5+3+3+4 എന്നുള്ള സിസ്റ്റത്തില് പെടുന്നത്. ക്ലിയർ ആയോ? ഞാൻ ആദ്യം പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, 2-3 വട്ടം റിപ്പീറ്റ് ചെയ്തപ്പോ തെറ്റിയതാണ്. ഇപ്പോൾ ഇത് ക്ലിയർ ആയോ? 5+3+3+4 എന്നുള്ള സിസ്റ്റം ക്ലിയർ ആയോ? ഫസ്റ്റ് സ്റ്റേജിനെ എന്ത് പറയുന്നു, എഴുതി വെച്ചത് വായിച്ചു നോക്കുക, ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നു. ഫസ്റ്റ് സ്റ്റേജിനെ നമ്മൾ എന്താ പറയുന്നത്, ഫൗണ്ടേഷണൽ സ്റ്റേജ്. 5 വർഷമാണ് ഈ ഫൗണ്ടേഷണൽ സ്റ്റേജിന്റെ ഉള്ളിലെ കുട്ടി പഠിക്കുന്നത്. 5 വർഷമാണ് ഫൗണ്ടേഷണൽ സ്റ്റേജിന്റെ ഉള്ളിലെ കുട്ടി പഠിക്കുന്നത്. അംഗനവാടി മുതൽ 2ാം ക്ലാസ് വരെ, അംഗനവാടി മുതൽ 2ാം ക്ലാസ് വരെ. വയസ്സിന്റെ കെയർ ഓഫിൽ നോക്കുകയാണെങ്കിൽ 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള പ്രായം, 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ. ക്ലാസ് വൈസ് നോക്കുകയാണെങ്കിൽ അംഗനവാടി മുതൽ 2ാം ക്ലാസ് വരെ. ഓക്കെ, 2ാമത്തെ സ്റ്റേജ് ആണ് പ്രിപ്പറേറ്ററി സ്റ്റേജ്. പ്രിപ്പറേറ്ററി സ്റ്റേജിലെ കുട്ടി 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ. വയസ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള ഘട്ടം. 3ാമത്തെ ഘട്ടം 5+3+3, ഈ നെക്സ്റ്റ് 3 എന്താണ്, മിഡിൽ സ്റ്റേജ് എന്ന് പറയും. 6ാം ക്ലാസ് മുതൽ എത്രാം ക്ലാസ് വരെ, 8ാം ക്ലാസ് വരെ. മിഡിൽ സ്റ്റേജിന്റെ വയസ്സ് എത്ര മക്കളെ, മിഡിൽ സ്റ്റേജിൽ പഠിക്കുന്ന കുട്ടി എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികളായിരിക്കും മിഡിൽ സ്റ്റേജിൽ പഠിക്കുന്നത്? മിഡിൽ സ്റ്റേജിൽ പഠിക്കുന്ന കുട്ടികൾ എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ ആയിരിക്കും? അപർണ മനോജ് പറഞ്ഞേ, എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ ആയിരിക്കും? അപർണ എവിടെ? അപർണയുടെ റിപ്ലൈ വന്നില്ലല്ലോ. എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ ആയിരിക്കും? 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള പ്രായമായിരിക്കും. വെരി ഗുഡ്. ഇനി അടുത്ത സ്റ്റേജ് എന്താണ്? ലാസ്റ്റ് സ്റ്റേജ് 4, 5+3+3+4 4 എന്ന് പറയുന്നത്. ആ സ്റ്റേജിനെ എന്ത് പേര് വിളിക്കും? ആ സ്റ്റേജിനെ എന്ത് പേര് വിളിക്കും? ഹിമ ടീച്ചർ എന്നൊന്നും മിണ്ടുന്നില്ലല്ലോ. ഹിമ ടീച്ചർ പറഞ്ഞേ, ആ സ്റ്റേജിനെ എന്ത് പേരിട്ടാ നമ്മൾ വിളിക്കുന്നത്? എന്ത് പേര് വിട്ടിട്ടാ നമ്മൾ വിളിക്കുന്നത്? യെസ്, സെക്കൻഡറി സ്റ്റേജ് എന്നാണ് വിളിക്കുന്നത് അല്ലേ? സെക്കൻഡറി സ്റ്റേജ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. വിജിത ടീച്ചറെ പറഞ്ഞേ, വിജിത കേക്ക്, എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾ അതിനുള്ളിൽ പെടുന്നത്? എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികളാണ് പെടുന്നത്? 14 വയസ്സ് മുതൽ. വിജിത ടീച്ചറുടെ ആൻസർ വന്നില്ലല്ലോ. വിജിത, ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും, നിങ്ങളെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ് വരുന്നത്. ഈ 4 സ്റ്റേജിന് മറക്കില്ലല്ലോ, 4 സ്റ്റേജിന് മറക്കരുത്. യൂസഫിന് ക്ലിയർ ആയില്ലേ? മിണ്ടാതിരിക്കണവരൊക്കെ പേര് വിളിക്കട്ടെ. സനിത ക്ലിയർ ആയി എന്ന് കരുതുന്നു. യെസ്. അപ്പൊ ഇതിലെ തന്നെ ആദ്യത്തെ സ്റ്റേജ് ആണ് ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ആ സമയത്താണ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ വരുന്നത്, 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 6ാമത്തെ ചോദ്യം. Ministry of Education plan for attaining in all primary school for all learners by grade universal foundational literacy and numeracy 3/. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ പ്ലാൻ പ്രകാരം എല്ലാ പ്രൈമറി സ്കൂളുകളിലെയും എല്ലാ ലേണേഴ്സിനും എന്തുണ്ടാക്കുകയാണ്? ഒരു സാർവത്രിക അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സാക്ഷരത നേടുന്നതിന് വേണ്ടിയിട്ട്
ഒരു പദ്ധതി നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാണ്. അത് എത്രാമത്തെ വർഷത്തിലാണ്, ഏത് വർഷത്തിലാണ് ആ ഒരു പദ്ധതി പൂർണ്ണമാകുന്നത് എന്നാണ്. നമ്മൾ നേരത്തെ ഒരു എൻറോൾമെന്റൽ റേഷ്യോന്റെ കാര്യം പറഞ്ഞില്ലേ, അത്തരത്തില് വളരെ ഡീപ്പായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഇത് PSC ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇതൊരു PSC ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് അധികം ഇത്രയും ഡീപ്പായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ഒന്ന് നോക്കണല്ലോ. എല്ലാ പ്രൈമറി സ്കൂളുകളിലെയും എല്ലാ കുട്ടികളിലെയും ഒരു ഗ്രേഡ് പ്രകാരം, അതായത് നിശ്ചിതമായിട്ടുള്ള ഒരു ഗ്രേഡ് പ്രകാരം അവർക്ക് എന്താണ് ഒരു സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സാക്ഷരത നേടുന്നതിന് വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ ന്യൂമറസി പ്ലാൻ 3 പ്രകാരം ഏത് ഇയറിലാണ് ആ ഒരു സാമ്പത്തികമായിട്ട് എല്ലാവർക്കും ഒരു വിദ്യാഭ്യാസ സാക്ഷരത നേടാനായിട്ട് കഴിയുക. ഇത് ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ ആണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ, 2025. എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നൊന്നും വ്യക്തമല്ല. ഇതൊരു PSC എക്സാമിന്റെ ചോദ്യമാണ്. 2025 എന്നാണ് ആൻസർ വന്നിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക, നമുക്കിത് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ PSC റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തു എന്ന് മാത്രം. കുഴപ്പമില്ല. 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കൺഫ്യൂഷൻസ് ഒന്നും നമ്മുടെ തലയിൽ കയറ്റി വെക്കേണ്ട നമ്മൾ. ഓക്കെ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ലാംഗ്വേജസ് ഇൻ NEP 2020. മാം, ക്യാൻ യു എക്സ്പ്ലെയിൻ അതർ ഓപ്ഷൻസ്? ഇതിൽ മറ്റ് ഇയേഴ്സ് ആണ് തന്നിട്ടുള്ളത്, വേറെ എന്താ ഞാൻ ആക്കേണ്ടത്? ഇതിന്റെ മറ്റ് ഓപ്ഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഞാൻ എല്ലാ ഓപ്ഷൻസും മറ്റു ഓപ്ഷൻസും പറഞ്ഞു പോകുന്നുണ്ട്. അതിനേക്ക് ഇനിയും ഡീറ്റെയിൽ കൂടുതൽ വേണമെന്നാണോ പറയുന്നത്? ഫോർത്ത് ക്വസ്റ്റ്യന് SS ആൻഡ് അക്സസിബിലിറ്റി. ഓക്കെ, ക്ലാസ് കഴിഞ്ഞത് ഒരു അക്കാദമിക് കോർഡിനേറ്റേഴ്സിന് ഒരു മെസ്സേജ് ഇടും കേട്ടോ, രഹനയും അധീനയും ഒക്കെ. അവർ വഴി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു തരാം, എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം, അതെന്താണ് ആ 2 വേർഡ്സ് തമ്മിലുള്ള വ്യത്യാസം എന്ന്. ഓക്കെ, നമ്മൾ 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ലാംഗ്വേജസ് ഇൻ NEP 2020. നോക്കിക്കോളൂ, സിമ്പിൾ ആയിട്ടുള്ളത്. അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രകാരം 2020 ഭാഷയെ കുറിച്ച് പറയുന്ന പ്രസ്താവനകളിലെ കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനകൾ, ശരിയായിട്ടുള്ള പ്രസ്താവനകൾ സെലക്ട് ചെയ്യാനാണ്, സ്റ്റേറ്റ്മെന്റ്സ് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. നോക്കിക്കോ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രകാരം ഈ ഒരു പോളിസിയിലെ ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിലെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇറ്റ് വിൽ പ്രൊമോട്ട് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ഇനീഷ്യേറ്റീവ്. ഇത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ഇനീഷ്യേറ്റീവിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് 3 ലാംഗ്വേജ് ഫോർമുല വിത്ത് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി. 3 ലാംഗ്വേജ് ഫോർമുലയ്ക്ക് ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരുന്നുണ്ട്. ഓൾ ക്ലാസിക്കൽ ലാംഗ്വേജസ് വിൽ ബി അവൈലബിൾ ഇൻ സ്കൂൾ ആസ് ഓപ്ഷൻസ്. എല്ലാ ക്ലാസിക്കൽ ലാംഗ്വേജസും, എല്ലാ ക്ലാസിക്കൽ ഭാഷകളും സ്കൂളുകളിലും ഓപ്ഷൻസ് ആയിട്ട് ലഭ്യമാകും. നോക്കൂ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോമൺ സെൻസ് യൂസ് ചെയ്താൽ തന്നെ ഇതിന്റെ ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. നോക്കൂ നോക്കൂ നോക്കൂ, ക്ലിയർ ആയിട്ട് ആൻസർ പറയാനായിട്ട് നോക്കി എല്ലാവരും. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പ്രോഗ്രാം നമുക്ക് PSCയിലൊക്കെയാണ് അത് ചോദിച്ച് കണ്ടിട്ടുള്ളത്. എന്നാൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് എന്താണ് എന്നുള്ളത് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പ്രോഗ്രാമിനെ EBSB എന്നാണ് നമ്മൾ പറയുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2015 ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. നാഷണൽ ഇന്റഗ്രേഷനും കൾച്ചറൽ ബോണ്ടിങ്ങും യൂണിറ്റി ഡൈവേഴ്സിറ്റിയും സ്റ്റേറ്റ് പാർട്ണർഷിപ്പും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന് പറയുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിൽ തന്നെ അതിന്റെ മെയിൻ ആക്ടിവിറ്റീസിൽ ഒന്നാണ് ലാംഗ്വേജ് ലേണിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. പറയൂ, ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ആൻസേഴ്സ്?
നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിനെ സംബന്ധിച്ച് ഡിയും സിയും ആണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഇതെല്ലാതും ശരിയാണ്, ഇതെല്ലാതും ശരിയാണ്. ഇറ്റ് വിൽ പ്രൊമോട്ട് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ഇനീഷ്യേറ്റീവ്. ശരിയാണ്, ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവിനെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. 3 ലാംഗ്വേജ് ഫോർമുലയ്ക്ക് ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇത് കൊടുക്കുന്നുണ്ട്. എല്ലാ ക്ലാസിക്കൽ ഭാഷകളും, ഇപ്പൊ മലയാളം ക്ലാസിക്കൽ ഭാഷയാണ് അല്ലെ. മലയാളത്തിനെ ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലും മലയാളം മീഡിയത്തിൽ പഠിച്ചാലും മലയാളം എന്നുള്ള ഭാഷയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഭാഷാ ബില്ലൊക്കെ എന്താണ് പാസ്സായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലും വളരെ ഇമ്പോർട്ടന്റ് ആണത് അല്ലെ. ഇനി ക്ലാസിക്കൽ ലാംഗ്വേജസ്, മറ്റ് ക്ലാസിക്കൽ ലാംഗ്വേജുകളാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും തമിഴിനെ പ്രാധാന്യം വരുന്നുണ്ട് ഇല്ലേ. ഇനി ക്ലാസിക്കൽ ലാംഗ്വേജുകൾ, മറ്റ് ക്ലാസിക്കൽ ലാംഗ്വേജുകൾ ഉണ്ട് എന്നുള്ള നിലയ്ക്ക് അതും പഠിക്കാനുള്ള അവസരം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കും എന്നാണ് ഏതിൽ പറയുന്നത്? ഇതിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്നതിലെ പറയുന്നത്. അങ്ങനെയാണ് വെച്ചെങ്കിൽ 3 സ്റ്റേറ്റ്മെന്റും ശരിയല്ലേ? ഒരുവിധം എല്ലാവരും ഓപ്ഷൻ ഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ശില്പയും ഡോണയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ ഡി ആണ് ശരിയെന്നുള്ളത്. 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 8ാമത്തെ ചോദ്യം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് അഡൾട്ട് എഡ്യൂക്കേഷൻ ഇൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ അഡൾട്ട് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് പരിശോധിക്കുക. അതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള കോഡ് സെലക്ട് ചെയ്യുക. കറക്റ്റ് കീവേഡ് ഞാനിങ്ങനെ ബോൾഡാക്കി തന്നിട്ടുണ്ട്. നോക്കൂ എന്തൊക്കെയാണ് പറയുന്നത് അഡൾട്ട് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട്. പോളിസി എയിം ടു അച്ചീവ് 100% യൂത്ത് ആൻഡ് അഡൾട്ട് ലിറ്ററസി. യുവാക്കളുടെയും മുതിർന്നവരുടെയും ഒക്കെ സാക്ഷരത 100% കൈവരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഈ പോളിസിയുടെ എയിം എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് പബ്ലിക് ലൈബ്രറി സ്പേസസ് ഫോർ അഡൾട്ട് എഡ്യൂക്കേഷൻ കോഴ്സസ്. അഡൾട്ട് എഡ്യൂക്കേഷൻ കോഴ്സുകൾക്ക് പൊതു ലൈബ്രറി തുടങ്ങിയ ഇടങ്ങൾ കൊണ്ടുവരിക. ക്വാളിറ്റി ടെക്നോളജി ബേസ്ഡ് ഓപ്ഷൻസ് ഫോർ അഡൾട്ട് ലേണിംഗ്. അഡൾട്ട് ലേണിംഗിന് വേണ്ടിയിട്ട് എന്താണ് ഗുണനിലവാരമുള്ള ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊണ്ടുവരിക. എന്തായിരിക്കും ആൻസർ? അഡൾട്ട് എഡ്യൂക്കേഷനുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തായിരിക്കും ആൻസർ? പറയൂ. ആശ ഓപ്ഷൻ ബി പറയുന്നുണ്ട്. ആൻസർ പറയാനായിട്ട് ശ്രമിക്കൂട്ടോ എല്ലാവരും. എന്താണ് ആൻസർ? ഇവിടെ നമ്മളോട് എന്താണ് അഡൾട്ട് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നമ്മൾ ബേസിക് മാത്രം പഠിച്ചു വെക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ നമ്മൾ കുഴഞ്ഞു പോകും. യെസ്, ഓപ്ഷൻ സി ആണ് എല്ലാവരും ആൻസർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അഡൾട്ട് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് തന്നിരിക്കുന്നത് 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ് അല്ലെ. എല്ലാവരിലും 100% സാക്ഷരത ഉണ്ടാക്കുക എന്നുള്ളത് ഇതിന്റെ ലക്ഷ്യം തന്നെയാണ്. ഇനി അഡൾട്ട് ആയിട്ടുള്ള പേഴ്സൺസിനെ അവരുടെ സാക്ഷരത കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ് എന്താണ് പബ്ലിക് ലൈബ്രറി സ്പേസസ് ഉണ്ടാക്കുക എന്നുള്ളത് അല്ലെ. നമ്മുടെ കേരളത്തിന്റെ സാക്ഷരത ഉയർത്തുന്നതിനായിട്ട് ഗ്രന്ഥശാല പ്രസ്ഥാനം എന്ന് വെച്ചാൽ എന്താ നമ്മുടെ ലൈബ്രറികൾ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. ഇല്ലേ മക്കളെ? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ശരിയാണത്. അതുപോലെ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും ഇതിനെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇനി നോക്കൂ, ഈ എന്തായിരുന്നു അഡൾട്ട് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലിറ്ററസി എന്ന് പറയുന്നത് ഒരു കാലഘട്ടം വരെ ലിറ്ററസി സാക്ഷരത എന്നതുകൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കിയിരുന്നത്? എഴുത്തും വായനയുമാണ് അല്ലെ. ഇന്ന് സാക്ഷരത എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും മാത്രമാണോ? അല്ല, ടെക്നോളജി യൂസ് ചെയ്യാനുള്ള അറിവും എന്തിൽ പെടുന്നുണ്ട്? സാക്ഷരതയില് പെടുന്നുണ്ട് അല്ലെ. ടെക്നോളജിക്കൽ ലിറ്ററസി എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫോൺ യൂസ് ചെയ്യാനോ ഒരു വീഡിയോ കോൾ ചെയ്യാനോ വാട്സപ്പിൽ ഒരു മെസ്സേജ് നോക്കാനോ അറിയില്ല എന്ന് പറയുന്നതും എന്താണ്? നിരക്ഷരതയുടെ
ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ടെക്നോളജി ബേസ്ഡ് ഓപ്ഷൻസ് ഫോർ അഡൾട്ട് ലേണിംഗ്, അഡൾട്ട് ലേണിംഗിനെ അല്ല, അതുകൊണ്ട് തന്നെ എന്താണ് ലിറ്ററസി എന്ന് പറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കാര്യം കൂടി മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ ലിറ്ററസി എന്നുള്ള വാക്കിനെ ഇനിയുള്ള കാലഘട്ടത്തിലെ എന്താണ് സമീപിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നോക്കൂ, ക്വാളിറ്റി ടെക്നോളജി ബേസ്ഡ് ഓപ്ഷൻ ഫോർ അഡൾട്ട് ലേണിംഗ്. അഡൾട്ട് ലേണിംഗിന് എന്താണ് ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ഓപ്ഷൻസ് നിർബന്ധമായിട്ടും അവരുടെ വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരിക എന്നുള്ളതും അഡൾട്ട് എഡ്യൂക്കേഷന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പൊ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആകുന്നുണ്ടല്ലോ? ക്ലിയർ ആകുന്നുണ്ടല്ലോ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 9ാമത്തെ ചോദ്യം. Under the chairmanship of whom committee for evaluation of the new education policy submitted its report in May 2016? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ആരുടെ അധ്യക്ഷതയിലാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ 2016 മെയ് മാസത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്? കമ്മിറ്റി ഫോർ ഇവല്യൂഷൻ, അതായത് ഇതിന്റെ പരിണാമഗതിയെ കുറിക്കുന്ന റിപ്പോർട്ട് ആരുടെ നേതൃത്വത്തിലാണ് 2016 മെയ്യില് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ശ്രീ TSR സുബ്രഹ്മണ്യൻ, ഡോക്ടർ KR കസ്തൂരിരംഗൻ, ഓപ്ഷൻ സി റിനയ് റായ്, ശ്രീ സഞ്ജയ് ദോത്രെ. ആരുടെ നേതൃത്വത്തിലാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, TSR സുബ്രഹ്മണ്യൻ. 2016 കാര്യം മക്കളെ ചോദിക്കുന്നത്. 2016 കാര്യം ചോദിച്ചത്. 2020 കമ്മിറ്റി റിപ്പോർട്ടാണ് ആര് വരുന്നത്? ഡോക്ടർ K കസ്തൂരിരംഗൻ വരുന്നത്. അതിനു മുമ്പ് ഇതിനെ കുറിച്ചിട്ട് വേണം എന്ന് പറഞ്ഞതും ഇങ്ങനെയൊരു വിദ്യാഭ്യാസ നയം പുതുക്കേണ്ട ആവശ്യമായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ച് റിപ്പോർട്ട് നൽകിയത് ആരാണ്? TSR സുബ്രഹ്മണ്യനാണ്. TSR സുബ്രഹ്മണ്യനാണ്. എവിടെയാണ് തെറ്റിയത് എന്ന് കിട്ടിയോ? എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് ക്ലിയർ ആയോ? കിട്ടിയോ മക്കളെ? എന്തുകൊണ്ടാണ് ആ ഉത്തരം തെറ്റിയത്? ക്ലിയർ ആകുന്നില്ലേ ഞാൻ പറയുന്നത്? കൺഫ്യൂഷൻ ആകുന്നില്ലല്ലോ? ആകുന്നുണ്ട് ചില പറയണ്ട കേട്ടോ, യാതൊരു മടിയും വിചാരിക്കണ്ട. റിപ്പീറ്റേഷൻ കൂടുന്ന സമയത്ത് ടീച്ചറെ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുന്നുണ്ട് എന്നൊന്നും പറയണ്ട. അല്ല, എന്ന് മീൻസ് അങ്ങനെ ടീച്ചർക്ക് പറഞ്ഞാൽ എന്തെങ്കിലും തോന്നുന്നൊന്നും വിചാരിക്കണ്ട. ഓക്കെ, അതായത് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ പോവുകയാണ് എങ്കിൽ അതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് TSR സുബ്രഹ്മണ്യൻ. TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം സ്കൂൾ എഡ്യൂക്കേഷനും ഹയർ എഡ്യൂക്കേഷനെയും റെഗുലേറ്ററി റിഫോംസും കരിക്കുലം ആൻഡ് വാല്യൂസിനെയും ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് ആദ്യം റിപ്പോർട്ട് കൊടുത്തത് ആരാണ്? TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റിയാണ് 2016. ഓക്കെ, 2019 ആര് വരുന്നത്? 2019 കസ്തൂരിരംഗൻ കമ്മിറ്റി വരുന്നത്. 2020 അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ക്ലിയർ ആയില്ലേ? നിങ്ങളപ്പോ നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്നൊക്കെ കാണുന്ന സമയത്ത് നേരിട്ട് പോയിട്ട് കസ്തൂരിരംഗൻ കമ്മിറ്റി എന്ന് പറയരുത്. ഓക്കെ, ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ ആൻസർ ആയി എന്നുള്ളത് എല്ലാവർക്കും കിട്ടിയോ? നിങ്ങൾ പറഞ്ഞ ഉത്തരം എന്തുകൊണ്ട് തെറ്റി എന്നതും കിട്ടിയോ? ഓക്കെ, ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ടോ? അണ്ടർ ദി ചെയർമാൻഷിപ്പ് കമ്മിറ്റി ഫോർ ഇവല്യൂഷൻ ഓഫ് ദി ന്യൂ എഡ്യൂക്കേഷൻ. ഇല്ല, ക്വസ്റ്റ്യനിൽ തെറ്റില്ലല്ലോ. ഇത് PYQ ആണ് കേട്ടോ. അവർ ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. ചലഞ്ച് ചെയ്തിട്ട് മാറാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നമുക്ക് നമ്മൾ വായിച്ചെടുക്കുന്നതിൽ തെറ്റിനെയായിരിക്കും അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അവർ കറക്റ്റ് ആയിട്ട് ഇവിടെ ഡേറ്റ് കൊടുത്തിരിക്കുന്നുണ്ട്. 2016 മെയ്. ആ ഒരു ഡേറ്റ് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്നത് അപ്പോഴല്ല. അത് വെച്ച് ആലോചിച്ചാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഇവിടെ ഈ ചെയർമാൻഷിപ്പ് എന്നുള്ള വേർഡ് കണ്ടിട്ടാണോ നിങ്ങൾ എല്ലാവരും കസ്തൂരിരംഗൻ എന്ന് പറയുന്നത്? അതങ്ങനെയല്ല. ഓക്കെ, ഒക്കെ ടിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് മാത്രമായിട്ട് ഒരു PYQ തന്നെ നമ്മൾ കൊണ്ടുവന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻസ് തെറ്റുണ്ടോ? ഇല്ല. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. ഇനി ഇതിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ എന്തായാലും ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എന്റെ അറിവിലെ ക്വസ്റ്റ്യന്റെ ആൻസറിൽ തെറ്റില്ല. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഒരു ഡൗട്ട് വന്ന സ്ഥിതിക്ക് ഞാൻ അത് ക്രോസ് ചെക്ക് ചെയ്യുന്നതാണ്. ബൈ ചാൻസ് എന്റെ മിസ്റ്റേക്ക് ആണ് എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് തിരുത്തുന്നതാണ്. ഞാൻ ആ ഒരു കാര്യത്തിൽ യാതൊരു മടിയും വിചാരിക്കില്ല കേട്ടോ. ഓക്കെ, 10ാമത്തെ ചോദ്യം. According to the
National Education Policy 2020, teacher will be able to teach lessons in mother tongue or regional language up to grade. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 2020 ദേശീയ വിദ്യാഭ്യാസ നയം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് അധ്യാപകർക്ക് ഏത് ഗ്രേഡ് വരെയുള്ള കുട്ടികളെയാണ് മാതൃഭാഷയിലോ പ്രാദേശിക ഭാഷയിലോ പഠിപ്പിക്കാനായിട്ട് കഴിയുക? ഏത് വരെയുള്ള കുട്ടികളെയാണ് മാതൃഭാഷയിലോ അല്ലെങ്കിൽ അവരുടെ മദർ ടങ്ങിലോ പഠിപ്പിക്കാനായിട്ട് കഴിയുക? ഏത് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റും? 5ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റും. മാതൃഭാഷയിലോ പ്രാദേശിക ഭാഷയിലോ പഠിപ്പിക്കാനായിട്ട് കഴിയും. ഗ്രേഡ് 5 വരെ. ഓപ്ഷൻ സി. യെസ്. കണ്ട, റിപ്പീറ്റേഷൻ വരുന്ന ഒരു ചോദ്യമാണിത്. 5ാം ക്ലാസ് വരെ കുട്ടികൾക്ക് എന്ത് കൊടുക്കണം? മാതൃഭാഷയിലെ കുട്ടികളെ പഠിപ്പിക്കണം. മാതൃഭാഷയിലെ കുട്ടികളെ പഠിപ്പിക്കണം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്ന ഒരു കാര്യമാണത്. കൂടുതലായിട്ട് കുട്ടികളോട് സംസാരിക്കേണ്ടത് ഏത് ഭാഷയിലായിരിക്കണം? അവരുടെ മാതൃഭാഷയിലായിരിക്കണം. ഇനി വരുന്നതിലാണ്, ആ സമയത്ത് ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് എന്നൊന്നും ചോദിച്ച് കാര്യം വരരുത് കേട്ടോ. ഓക്കെ, ഗ്രേഡ് 5 എന്നുള്ളത്. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ തുടങ്ങുന്നത് ഏത് പ്രായം മുതലാ? വൊക്കേഷണൽ എഡ്യൂക്കേഷൻ തുടങ്ങുന്നത് ഏത് പ്രായം മുതലാ മക്കളെ? വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, യെസ്, 6ാം ക്ലാസ് മുതൽ. ഓക്കെ, അതും ക്ലിയർ അല്ലേ? എത്രാം ക്ലാസ് വരെ ലാംഗ്വേജ് മാതൃഭാഷയിൽ നമ്മൾ പഠിക്കണം? 5ാം ക്ലാസ് വരെ. ഓക്കെ, അടുത്തത്. ഹു among the following was the chairman of newly constituted drafting National Education Policy 2020 in June 2017? അത് അടുത്ത ചോദ്യം. പറഞ്ഞോ ചോദ്യം പറഞ്ഞോ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2017 ജൂണിലെ പുതുതായി രൂപീകരിച്ച കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ മറ്റേ ചോദ്യം ഈ ചോദ്യം തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. യെസ്. എന്താണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി, ഡോക്ടർ കെ കസ്തൂരിരംഗൻ അല്ലേ? ഇതിൽ ആർക്കും തെറ്റില്ലല്ലോ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? യെസ്, ചോദ്യം കൃത്യമാണ്. ഇവിടെ 2017 ജൂണ്, മറ്റോടത്ത് 2016 മെയ് ആണ് പറഞ്ഞത്. TSR സുബ്രഹ്മണ്യനെ പറഞ്ഞ സമയത്ത്. യെസ്. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം. അക്കോർഡിംഗ് ടു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, by how much percentage the gross enrollment ratio in higher education be raised? എത്ര പെർസെന്റേജ് ആണ്? നോക്കൂ, ആദ്യം നമ്മൾ കണ്ട ചോദ്യം തന്നെ ട്വിസ്റ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. റിപ്പീറ്റേഷൻ വരുന്നത് കണ്ടോ? ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ, അത് എത്ര പെർസെന്റേജിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉയർത്തേണ്ടത്. എത്ര പെർസെന്റേജിൽ നിന്ന് എത്ര പെർസെന്റേജിലേക്ക് നമ്മൾ ഉയർത്തണം? നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ് അല്ലേ? യെസ്. എത്ര പെർസെന്റേജിലേക്ക് നമ്മൾ ഉയർത്തണം? 50% നമ്മൾ ഉയർത്തണം. ഏത് ഇയർ എത്തുമ്പോഴേക്കും? ഗ്രോസ് GER 50% ആക്കി നമ്മൾ മാറ്റണം. ഏത് വർഷം എത്തുമ്പോഴേക്കും? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ കണ്ടതാണ് 2035. അപ്പൊ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ GER അത് തന്നെ ഒരു ചോദ്യമായിട്ട് വരാം. GER 2035 ആകുമ്പോഴേക്കും എത്ര പെർസെന്റേജ് ഉയർത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 50%. കണ്ടോ ക്വസ്റ്റ്യന്റെ റിപ്പീറ്റേഷൻ വരുന്നത് കണ്ടോ? യെസ്. അടുത്ത ചോദ്യം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എംഫസൈസ്. സിമ്പിൾ ലോജിക് അപ്ലൈ ചെയ്ത ഉത്തരം കിട്ടും. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഊന്നി പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഫ്ലെക്സിബിലിറ്റി ഓഫ് കരിക്കുലം, പാഠ്യപദ്ധതിയുടെ ഫ്ലെക്സിബിലിറ്റി, വഴക്കം. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ദി കരിക്കുലം, പാഠ്യപദ്ധതിയുടെ സ്റ്റാൻഡർഡൈസേഷൻ, സ്റ്റാൻഡേർഡ് മിനിമം സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഓപ്ഷൻ സി, ഡീകോൺസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് ടെക്സ്റ്റ് ബുക്ക്, പാഠ്യപദ്ധതികളുടെ സന്ദർഭോചിതമായിട്ടുള്ള മാറ്റം അല്ലെങ്കിൽ വൽക്കരണം. ഓപ്ഷൻ ഡി, റൂട്ട് മെമ്മറൈസേഷൻ ഓഫ് ദി ടെക്സ്റ്റ് ബുക്ക്. ഇതല്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് അല്ലെ? റൂട്ട് മെമ്മറൈസേഷൻ ഓഫ് ദി ടെക്സ്റ്റ് ബുക്ക്. ദേശീയ വിദ്യാഭ്യാസ നയം എന്തിനെയാണ് ഊന്നി പറയുന്നത്? ഫ്ലെക്സിബിലിറ്റി ഓഫ് കരിക്കുലം. സിമ്പിൾ ആയിട്ടുള്ള കരിക്കുലം. നിങ്ങൾ എന്താ കണ്ടോ, കടന്നങ്ങോട്ട് കൂലങ്കഷമായിട്ട് വിമർശനാത്മക ബുദ്ധിയോട് കൂടിയിട്ട് അങ്ങോട്ട് ചിന്തിക്കുകയാണ് മക്കളെ. സിമ്പിൾ ലോജിക് ഉപയോഗിച്ചാൽ മതി, ഞാൻ ആദ്യമേ പറഞ്ഞു. ഓക്കെ, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ദി കരിക്കുലം. ഇപ്പോൾ നമ്മൾ 10+2
2+3 സിസ്റ്റത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പാഠ്യപദ്ധതി അല്ലേ നമുക്ക് നിലവിലുള്ളത്, അല്ലെ? അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? പൊളിച്ചു പണിയാണ് ചെയ്യുന്നത്, അല്ലേ മക്കളെ ചെയ്യുന്നത്? അതെ, അതാ ചെയ്യുന്നത്. പല മാറ്റങ്ങളും കൊണ്ടുവരിക, കുട്ടികളുടെ ഇനിയുള്ള വളർച്ചയ്ക്ക് അനുസൃതമായിട്ട് പാഠ്യപദ്ധതി എന്താണ്? സിമ്പിൾ ആക്കുക, ഫ്ലെക്സിബിൾ ആക്കുക, അവർക്ക് വഴങ്ങുന്നതാക്കുക, അല്ലേ? അതല്ലേ ഇനി വരാനായിട്ട് പോകുന്നത്. 1ാം ക്ലാസ്സിൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ എടുത്താൽ അവരിപ്പോ എന്തൊക്കെ പഠിക്കുന്നുണ്ടാവും? ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും. പക്ഷെ ഇനി അവരെന്താണ്? ബേസിക് ആയിട്ടുള്ള സയൻസും മാത്സും ലാംഗ്വേജും മാത്രം പഠിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തും. 6ാം ക്ലാസ് മുതലുള്ള കുട്ടി ഇപ്പൊ എന്തെങ്കിലും കൈത്തൊഴിൽ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? കരിക്കുലത്തിന്റെ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരിക, അതിനെയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഊന്നുന്നത്, എംഫസൈസ് ചെയ്യുന്നത്, അല്ലേ? ഓപ്ഷൻ എ എന്തുകൊണ്ട്? റഫി ടീച്ചർ അതിന്റെ ഇടയിൽ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓപ്ഷൻ എ എന്തുകൊണ്ട്? ഓപ്ഷൻ എ ശരിയായി എന്ന് കണ്ടോ? മനസ്സിലായോ എന്തുകൊണ്ട് ഓപ്ഷൻ എ ശരിയായി എന്നുള്ളത്? ക്ലിയർ ആയോ? ഇത് MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ബേസിക് ടെക്നിക്കാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ അപ്ലൈ ചെയ്യേണ്ടത്. റൂട്ട് മെമ്മറൈസേഷൻ അല്ല. അതുപോലെ തന്നെ ഇക്കൊല്ലം ഒരു പുതിയ മാറ്റം വരാണ് ഇതിനനുസരിച്ച്. ഓക്കെ, ഇപ്പൊ കൊറോണ വന്നു, നമ്മളെല്ലാവരും ഓൺലൈൻ മെത്തേഡിലേക്ക് മാറി. നമ്മുടെ സിലബസ് ഒന്നും മാറ്റിയിട്ടില്ലല്ലോ. നമ്മൾ പഠിക്കുന്ന രീതിയിൽ, പഠന മാധ്യമത്തില് സ്കൂളിൽ വരുന്നതിന് പകരം കുട്ടികളെ എന്തിലേക്ക് കൊണ്ടുവന്നു? ടിവിയുടെ മുമ്പിലേക്കും ഫോണിന്റെ മുമ്പിലേക്കും നമ്മൾ കൊണ്ടുവന്നു. അതല്ലേ നമ്മൾ ചെയ്തത്. അതല്ലാതെ അവരുടെ ടെക്സ്റ്റ് ബുക്കുകളെ മൊത്തം സന്ദർഭത്തിന്, കൊറോണ എന്ന സന്ദർഭത്തിന് ഉചിതമായിട്ട് നമ്മൾ മാറ്റിമറിച്ച? ഇല്ല, ടെക്സ്റ്റ് ബുക്കുകൾക്ക് ഒരു മാറ്റൂല. അപ്പൊ ഓപ്ഷൻ ഡി അല്ല. ഓൾറെഡി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പാഠ്യപദ്ധതി നമുക്കുണ്ട്, ഇല്ലേ? അതിനെ കുട്ടികൾക്ക് അനുസൃതമായിട്ട്, പുതിയ തലമുറയ്ക്ക് അനുസൃതമായിട്ട് നമ്മൾ എന്താണ്? ഫ്ലെക്സിബിൾ ആക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഓപ്ഷൻ എ ആണ് ആൻസർ. കുറെ പേര് ഓപ്ഷൻ എ കണ്ടപ്പോ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ വന്നത് എന്ന് കിട്ടിയോ? ശില്പയ്ക്ക് കിട്ടിയോ? ശില്പേ, പ്രണവ് സാറേ, ക്ലിയർ ആണോ? ജയ്, ഹിമ ടീച്ചർ ഇല്ലേ ഇവിടെ? അത് ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നല്ലോ, ഒന്ന് എന്ത് പറ്റി? കാണുന്നേ ഇല്ലല്ലോ ടീച്ചറിനെ. യെസ്, അടുത്ത ചോദ്യം, 14ാമത്തെ ചോദ്യം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എംഫസൈസ് ഓൺ. തന്നിരിക്കുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ഏറ്റവും ആപ്റ്റ് ആയത്. ആൻസർ പറയൂ ടീച്ചറെ, ശ്രദ്ധിക്കണേ. ഫ്ലെക്സിബിൾ മൾട്ടി ലെവൽ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്. മൾട്ടി ലെവൽ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനാധിഷ്ഠിതമായിട്ടുള്ള പഠനം. ഒരു ലെവലിൽ മാത്രം നിൽക്കല്ല, പല ആക്ടിവിറ്റീസിലൂടെയും കുട്ടിയെ പ്രവർത്തിപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പഠനം. ഓപ്ഷൻ എ ഓൺലി ദി ആസ്പെക്ട് ഓഫ് റിലേറ്റഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഓഫ് ദി ചിൽഡ്രൻ. കുട്ടികളുടെ വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ട വശങ്ങൾ മാത്രം കുട്ടീനെ പഠിപ്പിക്കുക. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നാഷണൽ കരിക്കുലം. നാഷണൽ കരിക്കുലത്തിന്റെ സ്റ്റാൻഡർഡൈസേഷൻ. മെഷർമെന്റ് ഓഫ് ദി മെമ്മറൈസേഷൻ എബിലിറ്റി ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ മെമ്മറൈസേഷൻ എബിലിറ്റി, ഓർമ്മിച്ചെടുക്കാനുള്ള കഴിവുകളെ എന്താണ്? മെഷർ ചെയ്യുക. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ എ ആണ്, അല്ലെ? ഓപ്ഷൻ എ ആണ്. കിട്ടിയോ? വഴക്കമുള്ളതാക്കുക, ഫ്ലെക്സിബിൾ ആക്കുക. ആരുടെ അടിസ്ഥാനത്തിൽ? കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട്. വെറുതെ കാണാൻ പാഠം പഠിക്കുന്നതല്ല, ആക്ടിവിറ്റി, മൾട്ടി ലെവൽ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിങ്ങിനെയാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത്. സിമ്പിൾ ആയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചേ, നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിച്ച പോലെയാണോ ഇന്നത്തെ 1ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്നത്? അല്ലല്ലോ. എന്തോരം ആക്ടിവിറ്റീസ് ആണല്ലോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. കളികളിലൂടെ പഠിപ്പിക്കുകയാണ്. ഇതിന്റെയൊക്കെ ഹയർ ലെവലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഇനി വരാനായിട്ട് പോകുന്നത്, അല്ലേ മക്കളെ? ആണോ അല്ലയോ? അതെ. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്താണെന്ന് പഠിക്കാത്ത ഒരാൾക്ക് പോലും എന്താണ് സിമ്പിൾ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ കിട്ടില്ലേ? കിട്ടില്ലേ ഫെമിയെ? ജിഷി ടീച്ചറെ, ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, 15ാമത്തെ ചോദ്യം. ദി പർപ്പസ് ഓഫ് അസസ്മെന്റ്. Purpose of assessment as per National Education Policy 2020 is provide information on. അതായത് ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം അസസ്മെന്റ്, പർപ്പസ് ഓഫ് അസസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്ത് എന്നുള്ളതാണ്. ഹൗ ടു സപ്പോർട്ട് സ്റ്റുഡന്റ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി ക്ലാസ് റൂം. ക്ലാസ് മുറിക്കുള്ളിലും പുറത്തും വിദ്യാർത്ഥികളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളത്. അതായത് പർപ്പസ് ഓഫ് അസസ്മെന്റ് ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓപ്ഷൻ ബി കമ്പാരിസൺ ഓഫ് ദി സ്റ്റുഡന്റ് പെർഫോമൻസ് വിത്ത് ഹെർ ക്ലാസ്മേറ്റ്. ഒരിക്കലല്ല അല്ലെ,
ഒരിക്കലും ഒരു ടീച്ചർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്ത് കമ്പാരിസൺ എന്ന് പറയുന്നത്. കമ്പാരിസൺ എന്ന് പറയുന്നത് വേണമെങ്കിൽ ടീച്ചർ വേണമെങ്കിൽ ഒരു നോൺ ബേസ്ഡ് ടെസ്റ്റ് ഒക്കെയാണ് എടുക്കണമെങ്കിൽ വേണമെങ്കിൽ ടീച്ചർക്ക് ചെയ്യാം. അതല്ലാതെ ആ കുട്ടി പഠിക്കുന്നില്ലേ, നീ എന്താ പഠിക്കാത്ത, അവളെ പോലെ ആകണം ഇവളെ പോലെ ആകണം എന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. അതുകൊണ്ട് ഞാൻ ഓപ്ഷൻ ബി എന്നുള്ളത് ഞാൻ ആദ്യമേ ഞാൻ വിട്ടിട്ടാണ്. അത് തെറ്റാണ് അല്ലെ മക്കളെ? യെസ്, ദി gaps and deficiency in student learning accurately identify her failure. ഒരു മിനിറ്റ് കേട്ടോ മക്കളെ. യെസ്, സോറി കേട്ടോ, ഒരു ഡിസ്റ്റർബൻസ് അതിന്റെ ഇടയിൽ വന്നു. ഓക്കെ, ഓപ്ഷൻ സി എന്താണ് പറയുന്നത്? വിദ്യാർത്ഥികളുടെ പഠനത്തിലെ ഗ്യാപ്പ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക, അതുപോലെ തന്നെ അവരുടെ പോരായ്മകൾ മനസ്സിലാക്കുക, അവരുടെ പരാജയം ഏത് കാരണം കൊണ്ടാണ് എന്ന് വ്യക്തമായിട്ട് എന്താണ് തിരിച്ചറിയാനായിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാം. ഓപ്ഷൻ ഡി, മെമ്മറൈസേഷൻ കപ്പാസിറ്റി ഓഫ് ദി സ്റ്റുഡന്റ്. അതല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓപ്ഷൻ എ ആണോ സി ആണോ എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്കൊരു കൺഫ്യൂഷൻ വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യം വായിച്ചു നോക്കുക, അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം ഏതാണോ അതാണ് ആൻസർ. ചോദ്യം 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 ഇവിടെ നോക്കൂ, കുട്ടികളുടെ പഠനത്തിലെ അതിലുള്ള ഡെഫിഷ്യൻസീസ് എന്താണ് എന്ന്. ഇവിടെ പഠനം 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 മാത്രമേ ഇവിടെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ അല്ലെ? ഇവിടെ പഠനം മാത്രമേ ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ. അതർ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. കുട്ടിയുടെ ക്ലാസ് മുറിക്ക് പുറത്തുള്ള കുട്ടിയുടെ വ്യക്തിത്വം, കുട്ടിയുടെ സ്വഭാവം, രൂപീകരണം, ഹെൽപ്പിംഗ് മെന്റാലിറ്റി, സോഷ്യബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളെ ഒന്നും ഓപ്ഷൻ സിയിൽ എന്താണ് പറഞ്ഞിട്ടില്ല. ഈ അസസ്മെന്റ് എന്ന് പറയുന്നത് പരീക്ഷ എഴുതിയിട്ട് മാർക്ക് ഇടുന്നത് മാത്രമല്ലല്ലോ, അതല്ലാത്ത രീതിയിലുള്ള ഒരു അസസ്മെന്റും വേണം എന്നല്ലേ പറയുന്നത്. അപ്പൊ എന്താണ്? ഹൗ ടു സപ്പോർട്ട് ദി സ്റ്റുഡന്റ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി ക്ലാസ് റൂം. ഓപ്ഷൻ എ. എന്തുകൊണ്ട് ഓപ്ഷൻ എ ആൻസർ ആയി എന്നുള്ളത് മനസ്സിലായോ? ഓപ്ഷൻ എ എന്തുകൊണ്ട് ആൻസർ ആയി എന്നുള്ളത് മനസ്സിലായോ? കുറെ പേർക്ക് ഈശ്വര ഞാൻ പറയുന്നതൊക്കെ തെറ്റാണ്, എന്തുകൊണ്ട് ഇല്ല, ഇതൊക്കെ എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന്റെ സിമ്പിൾ ലോജിക് ആണ്. ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെയ്ത് ചെയ്ത് പഠിച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഓപ്ഷൻ സി തെറ്റി എന്നുള്ളത് മനസ്സിലായോ നിങ്ങൾക്ക്? എല്ലാവരും ഓപ്ഷൻ സി ആണ് പറഞ്ഞത്. ഓപ്ഷൻ സി പറഞ്ഞവർ എന്തുകൊണ്ട് തെറ്റി? കിട്ടിയില്ലേ? ഇവിടെ പറയുന്നത് എന്താ, കുട്ടിയുടെ പഠനത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ? പിന്നെ ഇവിടെ ഒരു ഹെയർ എന്നുള്ളൊരു വാക്കും കിടക്കുന്നുണ്ട്, അത് വെച്ചിട്ട് വേണമെങ്കിൽ പറയാൻ. തെറ്റാണ്, ഹെയർ മാത്രമല്ലല്ലോ, അത് വെച്ചിട്ട് വേണം ആലോചിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. ഓപ്ഷൻ എ അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ അല്ലേ? 15 ചോദ്യങ്ങളാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തുകൊണ്ട് അത് ആൻസർ വന്നു, മറ്റ് ഓപ്ഷൻസ് എന്തുകൊണ്ട് തെറ്റി, അത്തരത്തിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന്റെ സാധ്യതകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.